എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റാഗി സെറ്റ് ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചെറുധാന്യങ്ങൾ ആരോഗ്യത്തിന് പൊതുവേ വളരെ നല്ലതാണ്. റാഗിയിൽ അയൺ ഉണ്ട്, ഫൈബർ ഉണ്ട്, പിന്നെ വിറ്റമിൻ ഡി കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ റാഗി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഒരു ഗ്ലാസ് റാഗി, അര ഗ്ലാസ് പച്ചരി, അര ഗ്ലാസ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടി കുതിർത്താനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് വെക്കാം. ഏകദേശം ഒരു 8 മണിക്കൂർ നേരെയെങ്കിലും കുതിർത്താനായിട്ട് വെക്കണം. ഇപ്പോൾ 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇനി ഇത് പുളിക്കാനായിട്ട് വെക്കണം. ഒരു 8 മണിക്കൂറൊക്കെ ആവും എന്തായാലും മാവ് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട്. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. മാവ് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. പതുക്കേനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് സെറ്റ് ദോശ ഉണ്ടാക്കാൻ നോക്കാം. ദോശക്കല്ല് വെച്ച് ചൂടാവുമ്പോൾ എണ്ണ തടവി കൊടുക്കാം. മാവ് ഒഴിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഒന്ന് മൂടി വയ്ക്കാം. ഒരു കുറച്ച് നേരം, ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം തുറന്നിട്ട് കുറച്ച് നെയ്യോ അതുപോലെ എണ്ണയോ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ എന്തോ നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.